ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റായിട്ട് ദോശയും ഇഡലിയും എങ്ങനെ തയ്യാറാക്കാം, അതിനുള്ള മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ടിപ്സല്ല, കുറച്ച് ചേരുവകൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യില്ല. വീഡിയോയിലേക്ക് പോയാലോ? ഇതാണ് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന, പണ്ട് മുതൽ തൊട്ട് ഉപയോഗിക്കുന്ന അളവ് ഗ്ലാസ്. ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്നും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ചൗവരിയാണ് കേട്ടോ. ചൗവരിയും ആ ഉഴുന്നിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരിയും ഉഴുന്നും ചൗവരിയും എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന്, അര ഗ്ലാസ് ചൗവരി, 3 ടേബിൾ സ്പൂൺ വെള്ളയവലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അരിയിലേക്കും ചൗരിയിലേക്കും ആ ഉഴുന്നിലേക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരി അരച്ച് തുടങ്ങാവുന്നതാണ്. ഒരു 7 മണിക്കൂറിന് ശേഷം അടപ്പൊക്കെ തുറന്ന് നോക്കി 6 മണിയായിട്ടുണ്ട്. അരി ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അവലിലേക്ക് അരി അരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നും ചൗവരിയും കൂടെ ആദ്യം ഇട്ട് ഇതേപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും കൂടി പോകരുത്, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ശേഷം അരി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഒരുമിച്ചിട്ട് അരയ്ക്കാനേ പാടില്ല. അതും നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വീണ്ടും ബാലൻസ് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്കിട്ട് ഒരു 4-5 ഐസ് കട്ടയും കുതിർത്ത അവലും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് ഇനി കുറച്ച് ബാലൻസ് അരിയും കൂടെ ഉണ്ട്. അരിയിലേക്ക് 2 തവി വലിയ 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറും ചേർത്ത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ ഇടുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഉലുവ ഇല്ലാത്തത് കൊണ്ടാണ് പൊടി ചേർത്തത്. ഇതേപോലെ ഒന്ന് അരച്ച്, ഉലുവയാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉലുവ രാവിലെ തന്നെ അരിയോടൊപ്പം കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടേണ്ടതാണ്. അപ്പോൾ എല്ലാം അരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായിട്ട് കലക്കി നമ്മൾ തലേദിവസം രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാവ് വെക്കേണ്ടതാണ്. അപ്പം അടച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി പിറ്റേ ദിവസം രാവിലെ തുറന്ന് നോക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ദോശമാവ്, അതായത് ഇഡലി മാവ് ദോശമാവ് എല്ലാം ഒരുപോലെ എല്ലാം സെറ്റായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ നല്ല സോഫ്റ്റ് ദോശയ്ക്കും ഇഡലിക്കും പറ്റിയ മാവാണെന്ന്. അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ദോശമാവ് പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ എടുക്കുവാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉപ്പിടാനേ പാടില്ല. ഉപ്പിടാതെ തന്നെയാണ് മാവ് വെക്കേണ്ടത്. ഉപ്പിട്ട് വെച്ചാൽ ദോശമാവ് ചീത്തയായി പോകും കേട്ടോ. ഇതൊക്കെ ഞാനൊന്ന് പറയുന്നത് മാത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ദോശമാവ് സർവ്വസാധാരണമായി എല്ലാ വീടുകളിലും ചോറ്, അരി, ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്താണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ ചൗവരിയും ഈ വെള്ളയവലൊക്കെ ചേർത്ത് അരയ്ക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് നല്ല ഹെൽത്തിയുമാണ്. അതാണ് ഞാൻ ഒന്നെടുത്ത് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡലി തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തടവി ഇഡലിക്കുള്ള മാവെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റാണ് ഇഡലി വേകാൻ വേണ്ട സമയം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുത്തത്. ഈ ഇഡലിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ആദ്യത്തെ തട്ട് രണ്ടാമത്തെ തട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡലി ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം ഇനി ദോശയും കൂടെ ഉണ്ടാക്കിയൊന്ന് കാണിക്കുവാണ്. ഈ മാവിൽ, ഞാൻ തയ്യാറാക്കിയ മാവിൽ ദോശയും കൂടെ ഉണ്ടാക്കിയൊന്ന് കാണിച്ചു തരാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശ തവയാണ് എടുത്തേക്കുന്നത്. കല്ലൊക്കെ ചൂടായി വന്നപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീയിട്ടേക്കുന്നത്. 2 കുഞ്ഞു തവി മാവ് ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ദോശയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് 2 സൈഡും ഒന്ന് മടക്കി ദോശ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും 2 തവി മാവോടെ ഒഴിച്ച് ഒരു ദോശയും കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ.
ഞാൻ ഇത്ര വലിപ്പത്തിലാണ് എപ്പോഴും ദോശ ഉണ്ടാക്കാറ്. എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഒരു സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ മറിച്ചിട്ട് നമ്മുടെ ദോശ ഇഡലിയൊക്കെ ഏകദേശമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി അരമുറി തേങ്ങ, കാന്താരി, ഇഞ്ചി, ആവശ്യത്തിന് ചുവന്നുള്ളി, കടുക് താളിക്കാൻ വേണ്ടിയിട്ട് വറ്റൽ മുളക്, കുഞ്ഞുള്ളി അരിഞ്ഞത്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില ഇത്രയും എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് കടുകും പൊട്ടിച്ചെടുത്തതിന് ശേഷം ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്തതിന് ശേഷം ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ശേഷം വറ്റൽ മുളക് മുറിച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഈ ചമ്മന്തിക്കറി ഉണ്ടാക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്വാദാണ്, പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ അടിപൊളിയൊരു വെള്ളച്ചമ്മന്തിയുടെ റെസിപ്പിയുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ തേങ്ങ അരച്ച അരപ്പ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തീയെല്ലാം ഓഫ് ചെയ്ത് സ്വാദിഷ്ടകരമായ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.